പുരാവസ്തു തട്ടിപ്പ് കേസിലെ കള്ളപ്പണ ഇടപാട് കേസിൽ മോൺസൺ മാവുങ്കലിന്റെ സ്വത്ത് ഇഡി കണ്ടുകെട്ടി. 1.88 കോടിയുടെ സ്വത്താണ് കണ്ടുകെട്ടിയത്. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വിവരങ്ങൾ. രോഹിണി, മോൺസൺ മാവുങ്കലിനെതിരായ നടപടികളുടെ ഭാഗമായി ആദ്യഘട്ടമായാണ് ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. നിലവിൽ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നതിനൊപ്പം തന്നെ മോൺസൺ മാവുങ്കലിന്റെ സാമ്പത്തിക ഇടപാടുകൾ, ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ എന്നിവ സംബന്ധിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുന്നത്. ഈ കേസിന്റെ ഭാഗമായി അന്വേഷണത്തിൽ നിരവധി തവണ മോൺസൺ മാവുങ്കലിനെയും ഒപ്പം തന്നെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട പ്രതികളെയും ക്രൈംബ്രാഞ്ച് പ്രതിപട്ടികയിലുള്ള പലരെയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ വലിയ തോതിൽ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ട് മോൺസൺ മാവുങ്കൽ എന്ന കാര്യം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പല ആളുകളിൽ നിന്ന് ആദ്യം മോൺസൺ മാവുങ്കലിന്റെ സാമ്പത്തിക തട്ടിപ്പ് പുറത്തു വരുന്നത് 10 കോടി രൂപയുടെ പലരിൽ നിന്നായി വാങ്ങി അവരെ വഞ്ചിച്ചു എന്ന പരാതി പുറത്തു വന്നതോടുകൂടിയും അവർ പരാതിയുമായി പോലീസിനെ സമീപിച്ചതോടുകൂടിയായിരുന്നു ആദ്യം പരാതി വരുന്നത്. തുടർന്ന് ഈ പരാതിക്കാർ എല്ലാവരും തന്നെ പണം നഷ്ടപ്പെട്ട ആളുകൾ 10 കോടി രൂപ വിവിധ ആളുകളിൽ നിന്നായി മോൺസൺ മാവുങ്കൽ വാങ്ങിയിരുന്നു. അവരെ പുരാവസ്തുക്കൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് വില കൂടിയ പുരാവസ്തുക്കളുടെ ഇടപാടുകളുടെ ഭാഗമാക്കാം എന്നെല്ലാം പറഞ്ഞായിരുന്നു ഒരു തട്ടിപ്പ് ഇത്തരത്തിൽ നടത്തിയത്. തുടർന്ന് അവർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലും പരാതി നൽകി. ആ പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തുകയും ചോദ്യം ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. തുടർ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 2 കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ വിവിധ ഭാഗങ്ങളിൽ മോൺസൺ മാവുങ്കലിന്റേതായി കണ്ടുകെട്ടിയിരിക്കുന്നത്. ഈ കേസിൽ നേരത്തെ ക്രൈംബ്രാഞ്ചും 7 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അത് മുൻ DIG എസ് സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. കെ സുധാകരൻ ഈ കേസിൽ 2ാം പ്രതിയായിരുന്നു. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ 2ാം പ്രതിയാണ്. ഒപ്പം മോൺസൺ മാവുങ്കൽ ഉൾപ്പെടെയുള്ള ആളുകളെ 1ാം പ്രതിയാക്കിക്കൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ തുടരുമെന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.